ഹായ് ഗൈസ്, ഞങ്ങളിന്ന് പർച്ചേസിങ്ങിന് വന്നിരിക്കുകയാണ്. ഇതാണ് എമിറേറ്റ്സ് മാൾ. എമിറേറ്റ്സ് മാളിൻ്റെ വലിപ്പം കണ്ട ഫുൾ ഓഫ് മാൾ. ഇതാണ് സാധനം. നമ്മളിന്ന് ആകെ വന്നത് ഈ കുനാഫ ചോക്ലേറ്റ് എടുക്കാനാണ്. കാട്ട് ചോക്ലേറ്റ് പർച്ചേസ് ആകെ ഈ കുനാഫ ചോക്ലേറ്റ് എടുക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വന്നു. ഇതാണ് സാധനം, കുനാഫ ചോക്ലേറ്റ്. ദുബായിലുള്ളവർക്ക് എത്ര പേർക്ക് ഇതറിയാം? ഇതാണ് വിംറ്റോ. വിംറ്റോ എൻ്റെ ഫേവറേറ്റ് ആണ്. സമയത്ത് ഫുൾ വിംറ്റോ. ഞാൻ പറയാം, ഇതിന്റെ ടേസ്റ്റ് ഉണ്ടല്ലോ ടോണിക്. മറ്റേ പണ്ട് എഫ്രോൺ ഡോക്ടർ വീട്ടിന്ന് ഞാൻ ചെറുത് പഠിക്കുമ്പോ എഫ്രോൺ ഡോക്ടർ അടുത്ത് പോയി കഴിഞ്ഞാല് മൈക്ക് എടുക്കല്ലേ, എഫ്രോൺ ഡോക്ടർ ഉണ്ടാക്കും. ഒറ്റത് പറ. എഫ്രോൺ ഡോക്ടർ എടുത്ത് പോയാല് പനി കാണിക്കാൻ വേണ്ടി എഫ്രോൺ ഡോക്ടർ എടുത്ത് പോയാല് എഫ്രോൺ ഡോക്ടർ ഒരു റോസ് കളറില് ചുമേനെ മരുന്ന് തരും. അതിന്റെ ടേസ്റ്റ് ആണ് വിംറ്റോന്. ഇതോ ഈ സാധനം ഇതെന്തോ റോസ് വാട്ടറിന്റെ എന്തോ ചോയാന്നാ പറഞ്ഞത്. ഇതിന്റെ സെയിം ടേസ്റ്റ്. ഇത് വത്തക്കേന്റെ ഇതിൽ കലക്കി കൊടുക്കാൻ നല്ലതാണ്. ഇതൊക്കെ ഫുൾ സ്ട്രോബെറി തന്നെയാണ്. യോഗട്ട് തൈരാണ് അത് കാണുന്നത്. തൈര് മൺചട്ടീനകത്ത്. ഓ, ഇത് വാങ്ങിക്കൊണ്ടാ ചട്ടി കിട്ടൂല്ലേ? ചട്ടിയും കിട്ടും, സാധനവും കിട്ടും. സൂപ്പർ. ഇറ്റാന്ന് വാങ്ങിക്കൊണ്ടു. ഇതെല്ലാം യോഗട്ടാ. ഇത് ചിക്കൻ. ഇത് ഒന്നും ആക്കണ്ട, ഇങ്ങനെ തന്നെ എണ്ണയിലിട്ടങ്ങ് പൊരിച്ചാൽ മതി. പൊരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേരെ തിന്നാം. നോമ്പ് കഴിഞ്ഞിട്ട് നമ്മള് സിനിമ കാണുമല്ലോ, സിനിമ കാണുമ്പോ ഇത് വാങ്ങിയിട്ടില്ല. സിനിമ കാണുന്ന റേറ്റ് വാങ്ങിയിട്ട് കുറയ്ക്കുക. അമേരിക്കൻ ക്വാളിറ്റി ഒറിജിനൽ സാധനം. ജസ്റ്റ് ഇതിട്ട് ഫ്രൈ ചെയ്ത് ഇങ്ങോട്ട് ഇട്ടാൽ മതി. ബർഗറിൻ്റെ ഉണ്ടല്ലോ, ഇത് ബർഗർ സ്പെഷ്യൽ ഓഫർ. ഓ, ഇത് ബർഗർ. ഇത് ഓവനിൽ വെച്ച് ചൂടാക്കി തിന്നാൽ മതി. ഇതെടുത്തിട്ട് സ്പെഷ്യൽ ഓഫർ ഉണ്ടല്ലോ. അല്ല, ഇത് ഫുൾ ബർഗർ. അതിനകത്ത് 2 ഉണ്ട്. 1 കിലോ 10 പീസ്. 10 പീസാ പാറ്റി ആക്കില്ല. എന്നാല് ജംബോ ബീഫ് ബർഗർ എന്നാണ് എഴുതിയേ. ഇതിന്റെ പോലെ ജംബോ ബീഫ് ബർഗർ എന്നാണ് എഴുതിയേ. ഇവിടെ വിളിച്ചില്ല. ഞാൻ പറഞ്ഞുതരാം, ഞാൻ പരീക്ഷണം നടത്തി പറഞ്ഞു. ദിസ് ഈസ് ഓൺലി പാറ്റിയാ. അല്ലാണ്ട് ബ്രെഡിന്റെ ഡേറ്റും ഇതിന്റെ ഡേറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ബ്രെഡ് ഇങ്ങനെ നിൽക്കൂല. ഓ, ഇതൊക്കെ ബർഗർ പാറ്റി. ജസ്റ്റ് എടുത്ത് ചൂടാക്കിയാൽ മതി അല്ലേ? താഴെ വന്ന ശീലേ. ഓ, ഇതാണ് ബീഫ് ബർഗർ. ബീഫിന്റെ ബർഗർ പാറ്റിയാണ്. കബാബോ? എന്താ എന്തോ സൗണ്ട് വന്നു. ഇത് വന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ സ്വന്തം. എന്നോട് ആരോ കാണിക്കുന്നു ബീഫ് നിങ്ങൾക്കുള്ള എന്തേ വരുന്നത്. ഇത് ഫുൾ ബീഫിന്റെ ഐറ്റംസ് ആണ് ഗൈസ്. ഫുൾ ഓഫ് ബീഫ്. എനിക്ക് സോസേജ് ഉണ്ട്. നമ്മളിതൊന്നും വാങ്ങുന്നില്ല. സോസേജ് നമ്മൾ ഇതുവരെ വാങ്ങിയിട്ടില്ല. നമുക്ക് ഒരു ദിവസം സോസേജ് വാങ്ങിക്കണം. ബീഫിന്റെ സോസേജ് വാങ്ങി. ചിക്കനെ വാങ്ങണം. നമുക്ക് ബീഫിന്റെ സോസേജ് വാങ്ങിക്കാം. അതെ, ബീഫിന്റെ. എനിക്ക് അതിന്റെ ഫ്ലേവർ എന്താണ്. ചിക്കൻ്റെ ഞാൻ തന്നിട്ടുണ്ട്. ബീഫിന്റെ കൂടെ ക്യാപ്സ്യൂൾ ടൈപ്പ്. ഓ, എനിക്കിത് കാണുമ്പോൾ എപ്പോഴില്ലേ ടോം ആൻഡ് ജെറി ഓർമ്മ വരിക. ബീഫിന്റെ ഇത് ബീഫ് കോക്ടെയിൽ സോസേജ്. ഇതാണ് അച്ചാറിന്റെ സെക്ഷൻ. ഇത് ഫുള്ള് ഈ റോ തൊട്ട് ആ അറ്റം വരെ അച്ചാറാ. ഫുൾ അച്ചാർ, പലതരത്തിലുള്ള അച്ചാർ. നമ്മളെ നാട്ടിലെ കമ്പനിയൊക്കെ ഉണ്ടാവുമല്ലോ, വിത്ത് ചില്ലി. ഇതാണ് അച്ചാറിന്റെ സെക്ഷൻ. നേരത്തെ കണ്ട അച്ചാറില്ല കേട്ടോ, നേരത്തെ കണ്ട സോസാ. പ്രിയ ആണ് ഞങ്ങളുടെ ഫേവറേറ്റ്. ഓണോയി പ്രിയ കിട്ടില്ല അച്ചാറാണ്. നിറവറ ചില്ലി പിക്കിളുണ്ട്, മാംഗോ പിക്കിളുണ്ട്, ഗാർലിക് ഉണ്ട്. ഇതെന്താണെന്ന് എനിക്കറിയണം. അത് മുളക്, പച്ചമുളകിന്റെ. പിന്നെ ഇതെല്ലാം അച്ചാർ. ഇതൊക്കെ കണ്ട ജ്യൂസ് അടിച്ച അച്ചാറ്. ഇതൊക്കെ ജ്യൂസ് അച്ചാർ ജ്യൂസ്. ഇത് ലിക്വിഡ് ഫോമിലുള്ള അച്ചാറുകളാ. മറ്റേ ഇതില് മറ്റേ കഷ്ണങ്ങൾ ഉണ്ടാകത്തില്ല അല്ലേ?
കഷ്ണങ്ങൾ ഉണ്ടാകത്തില്ലല്ലോ. ഇത് ഫുള്ള് ലിക്വിഡ് ഫോമുള്ള അച്ചാറാണ്. യെസ്, അച്ചാറെടുക്കുന്ന ഇതാണ് ഉപ്പിലിട്ട് വെച്ച പിക്കിൾസ്. നെല്ലിക്ക വാങ്ങിക്കും, നമുക്ക് ഉപ്പിലിടാം. നെല്ലിക്ക റേറ്റ് നോക്കാം നമുക്ക് അവിടെ. നെല്ലിക്ക നമുക്ക് ഓൾറെഡി വിനാഗിരി നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഇതൊക്കെ പിക്കിൾസ് ആണ്. മറ്റേ പച്ചമുളകില്ലേ ഉപ്പിലിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. പച്ചമുളക് ഞാൻ മറ്റേ ലത്തീഫ് അന്ന് ഞങ്ങള് ഫുഡ് കഴിക്കാൻ നേരത്ത് ഇത് തന്ന പിക്കിൾ തന്ന് ഇതിന്റെ പച്ചമുളകിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇവിടെ ഒന്നും ആരും ഇല്ലെന്നുണ്ടോ? ഇത് ചെമ്പരത്തി ഉണക്കി വെച്ചതാ. നമുക്ക് എണ്ണ കാച്ചിയാലോ തല തേക്കാൻ വേണ്ടിട്ട്. റോസ്മേരി ഒക്കെ ഇട്ടാ മതി. ആക്ക് കിട്ടുന്നു ഇവിടെ തന്നെ. ഇതാണ് നമ്മുടെ നാട്ടിലെ ചെമ്പരത്തി. ചെമ്പരത്തി പൂ ഉണക്കി വെച്ച്. ഇത് കൊറിയാണ്ടർ ഒക്കെ ഉണക്കി വെച്ചതാ. ഇതാണ് അനാർ കടിച്ചു തുപ്പിയത് അല്ലേ? ഇത് ഉണക്കി വെച്ചതാ. അനാർ ഉണക്കി വെച്ച ഡ്രൈ നല്ല വെളുത്തുള്ളി സുറുക്കയിലിട്ട് വെച്ചിട്ട് ഉള്ളി സുറുക്കയിലിട്ട് വെച്ചിട്ട്. ഇതാണ് ക്യുക്കുംബർ. ഐ ലവ് ക്യുക്കുംബർ. ഞാൻ പറഞ്ഞുതരാം. ഇവനുണ്ടല്ലോ ഇനി തന്നെ കുറേ വെജിറ്റബിൾസ് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലാക്കി ചൂടുവെള്ളം വെച്ചിട്ട് എന്താ ഫെർമെന്റ് ചെയ്യുന്നത്. എന്നിട്ട് അത് ഒരു വൃത്തികെട്ട സാധനം. കാണാൻ തന്നെ കാണുമ്പോ തന്നെ ഒരു വൃത്തികെട്ട സാധനം. എങ്ങനെ തിന്നുന്നത്? പെട്ടെന്ന് കറി ഉണ്ടാക്കാം. ഇടക്കായി പോയത്. ഇതാണ് ഫ്രോസൺ. എല്ലാ പച്ചക്കറികളൊക്കെ ഫ്രോസൺ ആയിട്ടുണ്ട്. ഉള്ളി ഫ്രോസൺ ഉണ്ട്. ഉള്ളി എവിടെ ഫ്രോസൺ? ഫ്രോസൺ ഉള്ളി നമുക്ക് ചോപ്പ് ചെയ്ത് കിട്ടും. ഫ്രോസൺ ഉള്ളി ഇനി ചോപ്പ് ചെയ്തതിൻ്റെ ഒരാവശ്യമില്ല. ബീൻസ് ചോപ്പ് ചെയ്യുന്നുണ്ട്. എന്താ പിന്നെ ബീൻസ് ഉണ്ട്. ബീൻസ് ചോപ്പ് ചെയ്ത ഫ്രോസൺ സ്ട്രോബെറി ഉണ്ട്. ജിമ്മിൽ പോകുന്നത് ഈച്ച ഒന്ന് വാങ്ങിയിട്ട് അത് യൂസ് ചെയ്യും. വെജിറ്റബിൾസ് ആണ്. വെജിറ്റബിൾസ് കട്ട് ചെയ്തിടാൻ പറ്റും. ചെറിയ ഫ്രോസൺ സ്ട്രോബെറിക്ക് വില കുറവാട്ടോ. ഇതാണ് നമ്മുടെ സ്വന്തം. കുക്കിംഗ് ക്രീം അല്ലേ? ഇത് ഡയറക്റ്റ് വെച്ച പരിപാടി. ആ ക്രീം നമ്മൾ അതുണ്ടാക്കുന്നതിന് പകരം ഇതുണ്ടാക്കിയിട്ട് വെച്ചാൽ മതി. വെള്ളം വരി കാണിച്ചു കൊടുത്തിട്ടില്ലല്ലോ. വെള്ളത്തിന്റെ സെക്ഷൻ കാണിച്ചില്ല. ഇത് ഫുള്ള് മറ്റേ സാധനമാണ്. ഇത് കാര്യം വാങ്ങുകയാണ്. ഇതാണ് മറ്റേ ക്രീം, നമ്മൾ തിന്നുന്ന ക്രീം. ചെഡാർ ചീസ് ബ്രെഡ്. മതി. ഞാൻ പണ്ട് നഗറ്റ്സ് തിന്നിട്ടില്ല. പണ്ട് നമ്മളെ നാട്ടിൽ KFC ഒക്കെ തുടങ്ങിയ ടൈമില് ഞാൻ നഗറ്റ്സ് തിന്നിട്ടില്ല. അപ്പൊ എന്റെ അച്ഛൻ എന്നോട് എന്ത് പറഞ്ഞു? കോഴീന്റെ പൂവൻ കോഴീന്റെ പൂവ് എണ്ണയിലിട്ട്. അതെ, ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവുള്ള സാധനം വാട്ടർ. വാട്ടർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആര് പറഞ്ഞേ? ഇത് ഫുള്ളൊരു പ്രത്യേകതരം ബിസ്ക്കറ്റാണ്. 4 ദിറംസ് ഉണ്ട്. സോൾട്ട് വാട്ടറാ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? തല കഴുകാൻ വേണ്ടിയിട്ട് ബോട്ടിൽ വെള്ളം യൂസ് ചെയ്യണം. ഇത് ഫ്രൈസാ? ഫ്രഞ്ച് ഫ്രൈസാ? അല്ല, സ്റ്റിക്ക്. ഫുൾ സ്നാക്സ്. നമ്മുടെ നാട്ടിലെ ലേസ് പോലത്തെ സാധനങ്ങൾ ഫുൾ അങ്ങറ്റം വരെ നുറുക്കണ്ടല്ലോ. തിന്നാലോല അറിയോ? നമ്മള് തിന്നിനോ ഇല്ലെങ്കിലോ വെള്ളുണ്ടാ. പഴം, കടല മിഠായി, പയ്യോളി മിക്സർ. എടാ പയ്യോളി മിക്സറടാ. മിക്സർ പയ്യോളി. ഓ മൈ ഗോഡ്, ഇവന്റെ പയ്യോളി കണ്ടുപിടിച്ചു. പയ്യോളി മിക്സർ. പയ്യോളി നേരിയ ചിക്കലേമല് മേഡ് ഫ്രം സിംഗപ്പൂർ. അയ്യോ, സിംഗപ്പൂരോ? അജ്മാൻ UAE. ഇവിടെ മെയ്ഡ് ചെയ്യാ.
അറിയില്ല. ഇത് കിട്ടണോ അതിനുള്ള സാധനം? ഇതാണ് സൺഫ്ലവർ സീഡ്. സൺഫ്ലവർ സീഡിൻ്റെ സെക്ഷനാണ്. ഫുള്ള് സൺഫ്ലവർ സീഡാണ്. ഇതും സൺഫ്ലവർ, ദുബായിൻ്റെ സൺഫ്ലവർ സീഡ്. ഇത് സൺഫ്ലവർ സീഡാ. ഇത് കണ്ട, ഇതാണ് സാധനം. ഇതൊക്കെ സോന് കണ്ടിട്ടുണ്ട് കുട്ടിയില്ല. ഇത് മറ്റേ പഴയ മറ്റേ ചിപ്സ് ഇല്ല, അതുപോലെ സാധനം. സ്പ്രിങ്കിൾസ് താഴെ വന്ന ശീലയെ. ഇത് ഫുള്ള് ജഗ്ഗാ കാണുന്ന ഫ്ലാസ്ക്. ഇങ്ങറ്റം വരെ ഫ്ലാസ്കും ഇങ്ങറ്റം വരെ ഫ്ലാസ്കും പലതരത്തിലുള്ള ഫ്ലാസ്കുകളുണ്ട്. ഇതിലും ഫ്ലാസ്ക്. ഇവിടുത്തെ പാത്രങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അട്രാക്റ്റീവ് ആയിട്ടുള്ള പാത്രം. ഇതിലൊക്കെ നമുക്ക് ഓരോന്ന് വാങ്ങിയിട്ടേക്കല്ലേ. അരികളൊക്കെ നമുക്ക് അരികളൊക്കെ ഇങ്ങനത്തെ വാങ്ങിയിടാല്ലേ. അരി ഓൾറെഡി ഇങ്ങനത്തെ പാത്രത്തിലാണുള്ളത്. അല്ല, അരിയല്ല, വേറെ സാധനങ്ങളൊക്കെ വൈനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ പാത്രം. ഓരോ വെറൈറ്റി തുറണ്ട ഫുൾ ഗ്ലാസ് ആട്ടോ. ഒരൊറ്റ നൂണ് കുട്ടികളുടെ എല്ലാം പോകും. അതിന് ഒരു ലിഡ് ഉണ്ടാക്കി വെച്ചോളുണ്ട്. ഈ സെക്ഷൻ ഫുൾ അങ്ങനത്തെ പാത്രം. ഈ സെക്ഷൻ ഫുൾ അലൂമിനിയം പാത്രം. ചൂടുപ്പായ്ക്ക് വരും 2 തരം. കുക്കറുണ്ട്. അത് എത്രയാ? 15 കിലോൻ്റെ കുക്കറോ? ഇതെത്ര കിലോൻ്റെ കുക്കർ? ചമണ്ട കുക്കർ. മധുഹൂത്ത് ഉണ്ടാക്കുന്ന പാത്രം കണ്ട, ഫുൾ പാത്രങ്ങളവിടെ. നല്ല കുതിരൻ്റെ ഫോട്ടോ. യെസ്. ഇതും വാങ്ങി ഞങ്ങൾ നേരെ പുറത്തേക്ക്.